പോകാം ഒരു നന്മയുടെ സ്വരമായി. നാദം മോദം നദനായി പാടിടാം. ആവേശത്തിരയത് ഉയരുകയും ആത്മാവിലലയടിയാൻ ഇമ്പമൃദു തന്ത്രികളുണരുമ്പോൾ സംഗീത സാന്ദ്രമയം ഗാനാലാപനങ്ങളാൽ സ്തുതിഗീതികൾ പാടിടാം. വാദ്യമേളഘോഷങ്ങളാൽ സകലേശനെ വാഴ്ത്തിടാം. വായോ പോകാം പാടാം മേളം, വായോ പോകാം പാടാം മേളം. നന്മയുടെ സമ്മാനം, നന്മയുടെ സ്വരമായുയരുക നാം. തിന്മയുടെ കളയതു കളയുക നാം. സപ്തസ്വരമാം ഗാനമൊഴിയാൻ ആത്മനിറവാൻ താളമികവാൻ യേശുവിൻ മൊഴികൾ മികവാൻ പകരാം വരവാൻ നന്മയുടെ സംഗീതം. Voice of Goodness Season 3. Voice of Goodness Season 3. നമസ്കാരം. നമ്മുടെ ഈ കുരുന്നു കുട്ടികളുടെ വേദിയിലേക്ക് വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. Voice of Goodness Season 3. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് തുടങ്ങാം. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ ഇൻവൈറ്റ് ചെയ്യാം. പോളച്ച, സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. മനോജേട്ടാ, വോയിസ് ഓഫ് ഗുഡ്നസിലേക്ക് സ്വാഗതം. സിസ്ലി, സ്വാഗതം. ഒപ്പം നമ്മുടെ അഹങ്കാരം, നമ്മുടെ സ്വന്തം, നമ്മുടെ ഓർക്കസ്ട്രയിലെ ചേട്ടന്മാരെയും കൂടെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഗുഡ്നസ് ബാൻഡിനെയും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യും. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് ലെന റോസ്. വരൂ. നല്ല തിളങ്ങിയൊക്കെയാണല്ലോ ലെനക്കുട്ടി വരണത്. ഈ തിളക്കം പാട്ടിലും തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കും കേട്ടോ. എന്തായാലും ഉണ്ടാവും. സുഖമായിട്ടിരിക്കുന്നോ? സുഖം. മോളുടെ അച്ഛൻ നല്ലൊരു ഗായകനാണ്. അച്ഛൻ ഇടവകയിൽ പണ്ട് പാടിയിട്ടുണ്ടായിരുന്നു, ഇപ്പൊ പാട്ട് നിർത്തി എന്നൊക്കെ പറഞ്ഞില്ലേ? അതെ. ഇപ്പൊ മോളും ഇടവക പക്ഷെ പാടുന്നുണ്ടോ? വേറെയൊക്കെ ഉണ്ടോ? പാടുന്നുണ്ട്. ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഇടവകയിൽ എങ്ങനെ ഒരുപാട് ഗായകരുണ്ടോ? ഒരുപാട് പേരുണ്ട്. എത്ര ഗായകരുണ്ടാവും നിങ്ങളുടെ അവിടെ? ഞങ്ങളുടെ അവിടെ കൊയറില് 40 പേരാണുള്ളത്. ഓ വാവ്, ഒരുപാട്. അപ്പൊ മെയിൽ സിംഗേഴ്സ് ആണോ ഫീമെയിൽ സിംഗേഴ്സ് ആണോ നിങ്ങളുടെ അവിടെ കൂടുതൽ? ഫീമെയിൽ ആണ് കൂടുതലായിട്ടും. അതും എല്ലാ ഏജിലുള്ളവരും ഉണ്ടോ? ഉണ്ട്. ഓക്കേ, ഇപ്പം മനസ്സിലായി. അപ്പൊ എത്ര, മോളുടെ സ്ഥലം ഏതായിരുന്നു? ഇടവക ഒല്ലൂര്. ഓക്കെ. അപ്പൊ ആ ഇടവകയിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ഏരിയ ഫുൾ അപ്പൊ നല്ല ഗായകരുടെ ഒരു ഏരിയ തന്നെയാണ്. പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നല്ല നല്ല ഗാനങ്ങൾ ഞങ്ങൾക്ക് കേൾക്കാൻ ഒക്കെ പറ്റുമല്ലേ? അപ്പൊ എന്തായാലും അവിടെ തന്നെ ഇടവകയിൽ തന്നെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ എപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ എനിക്ക്. ഈ ഒരു മത്സരവേദി അത്രയും വലിയൊരു ഇതായിട്ടൊന്നും തോന്നുന്നുണ്ടാവില്ല. എന്തായാലും ഇന്നത്തെ പെർഫോമൻസിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പാട്ടിന് ശേഷം കാണാം. താങ്ക് യു. Voice of Goodness Season 3. Voice of Goodness Season 3.
നല്ല മനോഹരമായ ഒരു മെലഡിയോട് കൂടി തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ പറ്റി. പാടിക്കഴിഞ്ഞപ്പോൾ മോൾക്ക് നല്ല തൃപ്തിയായും തോന്നുന്നുണ്ട്, അതെ. ആണോ? ആ. യെസ് സിസ്ലി. ലെന, എന്തോ മോളുടെ സെലക്ഷൻ ഓഫ് സോങ്സ് ആർ റിയലി ബ്യൂട്ടിഫുൾ കേട്ടോ. ആരാ Thank you. സെലക്ട് ചെയ്ത് തരുന്ന പാട്ട്? പപ്പ. വെരി ഗുഡ് സെലക്ഷൻ ഓഫ് സോങ്സ്. ഈ സോങ്ങും വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്. നീ പ്രാണന്റെ നാളം ആനന്ദ സ്നേഹം മോക്ഷം പകർന്ന മാർഗം. ആൻഡ് മോള് വളരെ ഇൻവോൾവ് ചെയ്ത് ആ സോങ് പാടി. ഇതിൻ്റെ കൂടുതൽ ഇതിൽ വരുന്ന തിങ്സ് ഗമകങ്ങൾ ഒക്കെ ആ പാട്ടിൻ്റെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുന്ന പോലെയാണ് ഇതിനകത്ത് വന്നിട്ട്. വളരെ എന്തെങ്കിലും ഒരു സംഗതി ഇടാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ഒരു പാട്ടല്ല, അതിൽ വന്നിരിക്കുന്ന എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന പോലെയാണ് വന്നിരിക്കുന്നത്. അപ്പം അതൊക്കെ ഇൻവോൾവ് ചെയ്ത് മോള് പാടിയതുകൊണ്ട് തന്നെ മോളത് പാടിയപ്പോൾ അതൊരു എന്താ പറയുക, മുഴച്ചു നിന്നില്ല. ആ പാട്ടിൻ്റെ കൂടെ തന്നെ വളരെ ലയിച്ച് നിന്നിരുന്നു. ബ്യൂട്ടിഫുൾ ആയിരുന്നു. മോള് നന്നായിട്ട് അത് ഇൻവോൾവ് ചെയ്ത് റെൻഡർ ചെയ്യുകയും കൂടെ ചെയ്തപ്പോൾ നല്ല രസമായിരുന്നു. എനിക്ക് ഒരേ ഒരു 2 സ്ഥലങ്ങൾ, ഒന്ന് അനുപല്ലവിയുടെ അവസാനം ആ പ്രപഞ്ചനാഥ എന്ന് പറയുന്ന സ്ഥലമില്ല, അവിടെ വരുമ്പോൾ മാത്രം ഒരു ബ്രെത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കും ആ ഭാഗം വരുമ്പോൾ ഇച്ചിരി ഫ്ലാറ്റ് ആവുന്നുണ്ടായിരുന്നു. അതുപോലെ ചരണത്തിൽ ആ ലൈൻസ് മാത്രം, ആ എൻഡിങ് ലൈൻസ് മാത്രം ഒന്ന് പാടുമോ? നിന്റെ പാവന ജീവിതം പ്രാർത്ഥനാമൃത നിർഭരം ഇന്ത്യ മാതൃകയാക്കിടാൻ നിൻ പൈതൃകമേകണേ പ്രപഞ്ചനാഥ. ഓക്കെ, ഇപ്പോൾ കറക്റ്റ്. ആ ബീറ്റ്സിൽ വരുമ്പോൾ ഒരു ഇച്ചിരി ശ്വാസം മുട്ടലുണ്ട്. അപ്പോൾ ആ പ്രപഞ്ചനാഥ മാത്രം ഇച്ചിരി ഒന്ന് വേവർ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് അതർവൈസ് നന്നായിട്ട് പാടി. മോള് പ്രൊനൗൺസിയേഷൻ ഒരു ഇച്ചിരിയും കൂടിയൊക്കെ ശ്രദ്ധിക്കായിരുന്നു കേട്ടോ. കഴിഞ്ഞ റൗണ്ടിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടായിരുന്നു പ്രൊനൗൺസിയേഷൻ. ഈ റൗണ്ടിൽ ഒരു ഇച്ചിരിയും കൂടി ഒന്ന് പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കായിരുന്നു എന്ന് തോന്നി. അതർവൈസ് എനിക്ക് തോന്നുന്നു മോള് നന്നായിട്ട് ഈ പാട്ടിൻ്റെ ഫീൽ തന്നെ ഉൾക്കൊണ്ട് തന്നെ നന്നായി പാടി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു. മനോജ് ചേട്ടാ. ലെന റോസ്, യെസ് സർ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ പടിപടിയായിട്ട് മുന്നേറുന്നത്? എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്? അതായത് കഴിഞ്ഞ ആദ്യ തവണ പാടി അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഒരുപാട് മുന്നോട്ട് പോയി, പിന്നെ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പാടി. ഇതിൻ്റെ രഹസ്യം എന്താണ്? ഇതിൻ്റെ ടെക്നിക്സ് എന്താണ്? കാരണം മറ്റുള്ളവർക്ക് കൂടി ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പ്രാക്ടീസാണ്. പപ്പ ഹെൽപ്പ് ചെയ്യുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. ആണോ? തെറ്റുകൾ അപ്പ കറക്റ്റ് ചെയ്ത് പഠിക്കാൻ സഹായിക്കുന്നു. ഓക്കെ. അപ്പോൾ ദിവസം ഇത് എത്ര നാളായി ഈ പാട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ട്? കുറെ നാളായി. ഒരു 2 മാസം അതിലും മേലെയായിട്ടുണ്ടാവും. മേലായിട്ടുണ്ട്. അപ്പോൾ ദിവസം പ്രാക്ടീസ് ചെയ്യും. ആ. ഓക്കെ. പിന്നെ ഇത് തന്നെ പാടി നോക്കി റെക്കോർഡ് ചെയ്ത് കേൾക്കാറുണ്ടോ? ആ ഉണ്ട്. കേൾക്കാറുണ്ട്. അപ്പോൾ തെറ്റുകളൊക്കെ മനസ്സിലാവും, എന്നിട്ട് കറക്റ്റ് ചെയ്യും, അതെ. അങ്ങനെ വീണ്ടും റെക്കോർഡ് ചെയ്യും. അതെ. ഓക്കെ. അല്ല, അത് നല്ലൊരു മെത്തഡാണ്. ഞാൻ എന്താ വെച്ചാൽ എനിക്കത് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ കുട്ടികളൊക്കെ ആദ്യം പാടുന്നുണ്ടായിരുന്നവരൊക്കെ ഒരുവിധം സ്റ്റാൻഡേർഡിൽ പാടി, പക്ഷെ നെക്സ്റ്റ് ടൈം അവർ പാടി ഇവിടെ വരുമ്പോൾ അത് വല്ലാത്തൊരു ചേഞ്ചാണ്. ആ ചേഞ്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട് ഫോർ അസ് ടു ജഡ്ജ്. കാരണം എല്ലാവരും നന്നായിട്ട് പാടുന്നു, ആകെ 10 മാർക്കും ഉണ്ട്, നമ്മൾ അതിൽ 9-9.5 ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും നന്നായി പാടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. മോളെ അസാധ്യമായിട്ട് പാടി ഈ പാട്ട്. നല്ല വോയിസ് മോഡുലേഷൻ, നല്ലൊരു ശബ്ദമാണ്. അപ്പം എനിക്ക് തോന്നിയത് ഓരോ പാട്ടിനും ഓരോ ടോൺ വേരിയേഷൻ കൊണ്ടുവരുന്നുണ്ട് മോള്. അത് ഇറ്റ്സ് ബ്രില്യൻറ്റ്. കാരണം കഴിഞ്ഞ പാട്ട് പാടിയ പോലെ അല്ല ഇപ്പോൾ അതിന് വേറെ ആ ഒരു ഭക്തിരസവും കുറെ കൂടെ മെലോഡിയസ് ഫ്രേസിംഗ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇതെങ്ങനെ സാധിക്കുന്നു? അതാണ് ഞങ്ങൾക്ക് ആശ്ചര്യം. കേട്ടോ, ഒത്തിരി സന്തോഷം. എന്തായാലും പപ്പയ്ക്ക് ഹാറ്റ്സ് ഓഫ് ടു പപ്പ. കാരണം ഇങ്ങനെ നല്ലൊരു മകളെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് നല്ല രീതിയിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു.
അതുപോലെ എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും ഹാറ്റ്സ് ഓഫ് ടു ദം, ചേട്ടന്മാർക്കും. കാരണം ഇങ്ങനൊരു ഫാമിലി ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരുമിച്ച് നിന്ന് നിങ്ങൾ അതിനു വേണ്ടി ഇഫർട്ട് ഇടുകയാണ്. അത് റിയലി കമൻറ്റബിൾ ആണത്. അതൊരു നല്ലൊരു ഹാറ്റ്സ് ഓഫ് ടു ഓൾ ദ ഫാമിലി മെമ്പേഴ്സ്. അവർക്ക് അത്രയും എഫർട്ട് എടുത്തിട്ടാണ് ഇവിടെ വരുന്നതും പഠിപ്പിച്ചു വരുന്നു, പിന്നെ നിങ്ങൾ കൊണ്ടുവരുന്നു, നിങ്ങൾ കൊണ്ടുപോകുന്നു, വീണ്ടും വരുന്നു. ഓ, ഇറ്റ്സ് റിയലി അമേസിങ്. അപ്പം അങ്ങനെ ഒരു ഫാമിലി ബോണ്ടിങ് ആണ് ഇതിൽ നിന്നുണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് മോൾക്ക് ഇവിടെ വരാനും ഇവിടെ സെലക്റ്റഡ് ആവാനും ഇവിടെ വന്ന് പാടാനും സാധിക്കുന്നതിൽ. ദൈവത്തിന് ഇപ്പോഴും നന്ദി പറയണം കേട്ടോ. ഓക്കെ, എന്തായാലും മോള് നന്നായിട്ട് പാടിയത്. എനിക്ക് അതിന് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. പ്രത്യേകിച്ച് പ്ലാൻസ്, അതുപോലെ ഗമകങ്ങൾ, അതിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് മോള് പാടിയത്. പിന്നെ ചെറിയൊരു പ്രശ്നം നേരത്തെ സിസിലി മാം പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ടുവേർഡ്സ് ദ എൻഡ് ആ ഒരു എസ്പെഷ്യലി ചരണത്തിലായിരുന്നു തോന്നുന്നു, ടെമ്പോ പെട്ടെന്ന് ഒന്ന് ചാടാനുള്ള ഒരു ഫാസ്റ്റായിട്ട് പോകാനുള്ള ഒരു ചെറിയൊരു ടെൻഡൻസി കാണിച്ചു എന്നുള്ളൂ എന്ന് പറഞ്ഞാൽ. പക്ഷെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതൊക്കെ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. കോളിച്ച ലെന വളരെ നന്നായി പാടി. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു ഫാദർ. നല്ല ശബ്ദമാണ്. പിന്നെ ത്രൂ ഔട്ട് വോയിസിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഓരോ പാട്ട് കഴിയുമ്പോഴും നന്നായി ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുള്ളത് നല്ല ഒരു ലക്ഷണമാണ്. അപ്പോൾ എല്ലാവിധ വിജയങ്ങളും നേരുന്നു. വലിയ ഗായികയായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫാദർ. ലെന, അമ്മ പാടില്ല ഇല്ല അല്ലേ? അച്ഛനും ഒരു മോളാണോ? അല്ലല്ല, അനീത്തിയുണ്ട്. അനീത്തിയുണ്ട്. രണ്ടുപേരും പാടുവോ? ആ, പാടും. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഏറ്റവും നന്നായിട്ട് പാടുന്നേ? അങ്ങനെ ചോദിച്ചാൽ എല്ലാവരും ഒരേപോലെ പാടാറുണ്ട്. നിങ്ങൾ മത്സരത്തിലും പങ്കെടുക്കാറുണ്ട് അല്ലേ? അപ്പൊ ഇന്നത്തെ ഈ മത്സരത്തിലെ മോളുടെ മാർക്ക് അച്ഛാ? ലെന ഓരോ പ്രാവശ്യം നന്നായി പാടുന്നുണ്ട്. 9 മാർക്സ്. താങ്ക് യു ഫാദർ. മനോജ് ചേട്ടാ? ഒട്ടും കുറയ്ക്കുന്നില്ല, 9 മാർക്സ്. താങ്ക് യു സർ. സിസ്ലി? 9 മാർക്സ്. താങ്ക് യു. അപ്പൊ അങ്ങനെ 21.5 നിന്നും 25.5 എത്തി. അവിടെ നിന്നും നമ്മൾ വീണ്ടും ജമ്പ് ചെയ്ത് 27 on 30. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ശരിക്കും സന്തോഷായി അല്ലേ? പിന്നെ നന്നായി. പപ്പയ്ക്ക് സന്തോഷമായി കാണും ഇല്ലേ? യെസ്, സന്തോഷായി. അപ്പൊ മോളെ ഇതേപോലെ പപ്പ പറയുന്ന കേട്ട് നല്ല മിടുക്കി കുട്ടിയായിട്ട് ഇനിയും വരണം കേട്ടോ. ഓക്കെ മോളെ, ശരി. താങ്ക് യു. അടുത്തത് മത്സരിക്കാനായി നമുക്ക് ഇവാൻ മാർട്ടിനെ ക്ഷണിക്കാം. വരൂ. ഇവാൻ പാടുന്നതിന് മുമ്പേ പാടുമ്പോഴും ചിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നത്തെ പോലെ തന്നെ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ ചിരിയൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇല്ല, ഈ പ്രാവശ്യം പാടുമ്പോ ചിരിക്കാൻ നോക്കാം. ഉറപ്പാണല്ലോ? നല്ല കൂളായിട്ട് ചിരിച്ച് മോൻ എൻജോയ് ചെയ്ത് പാടുന്നത് ഞങ്ങൾക്ക് ഇന്ന് കാണാൻ പറ്റും അല്ലേ? ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടാണോ? അല്ലല്ല, മരിയൻ. ഓക്കെ മോൻ, ഈ പാട്ട് അപ്പൊ നേരത്തെ മുതലേ പാടുന്ന പാട്ടാണോ? ഞാൻ ഇതിനായിട്ട് വേണ്ടി പഠിച്ച. ഓക്കെ. അതെന്താ മോന് അല്ലാതെ മാതാവിന്റെ ഒരുപാട് പാട്ടൊക്കെ അറിയായിരുന്നില്ലേ? അറിയായിരുന്നു, പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ഒരു പാട്ട് എടുക്കാതെ പുതിയതായിട്ടൊരു പാട്ട് എന്തിനാ അപ്പൊ പഠിച്ചേ? അത് ആദ്യം എല്ലാവരും സെലക്ട് ചെയ്ത് പോയായിരുന്നു. ആദ്യം എല്ലാവരും സെലക്ട് ചെയ്ത. മോന്റെ ആ പാട്ടൊക്കെ വേറെ ഓരോ കണ്ടസ്റ്റൻസ് ഒക്കെ പാടിയോ? പാടിയായിരുന്നു. ഓക്കെ. അപ്പം വിഷമായോ? ഇല്ല, കാരണം മോൻ ഒരുപാട് വർഷങ്ങളായിട്ട് നാളുകളായിട്ട് പള്ളിയിലും ഒക്കെ പാടുന്ന ഒരുപാട് നല്ല ഗാനങ്ങൾ ഓൾറെഡി അറിയാവുമ്പോ അതല്ലാതെ ഒരു പാട്ട് പുതിയതായിട്ട് പഠിക്കുമ്പോൾ ഈശ്വര എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ടെൻഷൻ കുറച്ചുണ്ട്. പക്ഷെ അതൊന്നും കുഴപ്പമില്ല മോനെ, ഞങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട്. ഞങ്ങളെല്ലാം മോന്റെ നല്ലൊരു പെർഫോമൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതാവിന്റെ ഈ ഗാനം സൂപ്പറായിട്ട് പാടാൻ പറ്റട്ടെ കേട്ടോ. താങ്ക് യു.
മണ്ണിലുണ്ണിയാകും ഉണ്ണീശു തന്റെ അമ്മയായ മേരി മേരി ലോകമാതാ നന്മനീരും അമ്മ വിണ്ണിൻ രാജകന്യാ കന്യാ സർവവന്യാ മേരി ലോകമാതാ. മാതാവേ മാതാവേ മണ്ണിൻ ദീപം നീയല്ലോ നീയല്ലോ നിത്യ സ്നേഹധാര മാതാവേ മാതാവേ മണ്ണിൻ ദീപം നീയല്ലോ നീയല്ലോ നിത്യ സ്നേഹധാര കുമ്പിൽ നീട്ടും കയ്യിൽ സ്നേഹം തൂകും മാതാ കാരുണ്യാദിനാഥാ മേരി ലോകമാതാ കുമ്പിൽ നീട്ടും കയ്യിൽ സ്നേഹം തൂകും മാതാ കാരുണ്യാദിനാഥാ മേരി ലോകമാതാ. പാവങ്ങൾ പൈതങ്ങൾ പാദം കൂപ്പി നിൽപ്പൂ സ്നേഹത്തിൻ കണ്ണീരാൽ പൂക്കൾ ചൂടി നിൽപ്പൂ പാവങ്ങൾ പൈതങ്ങൾ പാദം കൂപ്പി നിൽപ്പൂ സ്നേഹത്തിൻ കണ്ണീരാൽ പൂക്കൾ ചൂടി നിൽപ്പൂ ആശാപൂരം നീ ആശ്രയതാരം നീ ആരിൻ തായ നീ മേരി ലോകമാതാ ആശാപൂരം നീ ആശ്രയതാരം നീ ആരിൻ തായ നീ മേരി ലോകമാതാ നന്മനീരും അമ്മ വിണ്ണിൻ രാജകന്യാ കന്യാ സർവവന്യാ മേരി ലോകമാതാ. ഇവാൻ എല്ലാവർക്കും തന്നെ അറിയാവുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് മോൻ പാടിയിരിക്കുന്നത്. ഈ പാട്ട് മോനപ്പം നേരത്തെ അറിയില്ലായിരുന്നോ? അറിയായിരുന്നു, പക്ഷെ എന്നാലും അതിന്റെ ഫുൾ ലിറിക്സ് ഒന്നും അറിയത്തില്ല. ഓക്കെ, വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് ഇപ്പോ ആണല്ലേ? അതെ. ശരി,
പൊളിച്ച ഇവാൻ എന്തോ നന്നായി പാടി. താങ്ക് യു അച്ഛൻ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മാധവന്റെ പാട്ടല്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായേ ശബ്ദത്തിന് ഇപ്രാവശ്യം? അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നിയില്ല. ഓക്കെ. ഇതിലെ കോറസ് നമുക്കൊന്ന് കൂട്ടാൻ പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി ഭംഗിയായി ആകുമായിരുന്നു തന്നെ. അതിന് പറ്റിയില്ല അല്ലേ? ഇല്ല. കോറസ് ഈ പാട്ടിൽ നിറച്ച് കോറസ് ഉള്ളതാണല്ലോ. അതെ. നന്നായിട്ട് കോറസ് ഉള്ളൊരു പാട്ടാണ്. മോൻ നന്നായി പാടി. എന്നാലും കുറച്ചും കൂടി ഒരു ജീവൻ കൊടുക്കായിരുന്നു എനിക്ക് തോന്നി. പാട്ടിനോട് കുറച്ചും കൂടി ഒരു നീതി ഒരുങ്ങിയിട്ട് നന്നായിട്ട് അല്ലേ? കുറച്ചുകൂടി ഒരുങ്ങിയായിരുന്നു, നന്നായിട്ട് പാടി. അധികം ഒരുങ്ങാൻ പറ്റിയില്ലേ? പ്രാക്ടീസ് ചെയ്തായിരുന്നു നന്നായിട്ട്. മോൻ തന്നെയാണോ സെലക്ട് ചെയ്തത് ഈ പാട്ട്? അല്ല, അമ്മയെ സെലക്ട് ചെയ്തത്. ശരി, നന്നായി പാടി. എല്ലാവിധ അഭിനന്ദനങ്ങളും. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് അത്. പിന്നെ മോന് ശബ്ദത്തിന് ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ അധികം പറയുന്നില്ല. കാരണം ഈ ശബ്ദം മാറുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ച് അധികം പറയുന്നില്ല. എന്തെങ്കിലും നല്ല ആശംസകൾ. ഇനിയും നന്നായി പാടി നല്ല ഗായകനായിട്ട് മാറാൻ കഴിയുമെന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അച്ഛൻ. താങ്ക് യു ഫാദർ. മനോജ് ചേട്ടാ. ഇവാൻ എന്തോ ഇവാൻ ആദ്യം ഞാനൊരു താങ്ക്സ് പറയുന്നത്, ഈ ഒരു പാട്ട് വളരെ പഴയൊരു പാട്ടാണ്. അത് കമ്പോസ് ചെയ്തിരിക്കുന്ന ആരാന്നറിയോ? കമ്പോസ് ചെയ്തിരിക്കുന്നത് മറന്നുപോയോ? സലിൽ ചൗധരി അല്ലേ? ഓർമ്മ വന്നോ? അതെ. സലിൽ ചൗധരി എൻ്റെ വളരെ പ്രിയപ്പെട്ട ഇഷ്ടമുള്ളൊരു മ്യൂസിക് കമ്പോസറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഇവിടെ പാടി വീണ്ടും ആ ഓർമ്മകൾ സമ്മാനിച്ചതിന് ഒത്തിരി നന്ദി. അതൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്തൊക്കെ പാടുന്നൊരു പാട്ടാണത്. എനിക്ക് തോന്നി ഇത് പാടാത്തൊരു ക്രിസ്ത്യൻ ആരും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു അല്ലേ? അത്രയും മനോഹരമായ ലളിതമായ ഒരു പാട്ടാണ്. നല്ല മെലോഡിയസ്. ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലധികം നമ്മുടെ ഒരു എബിലിറ്റി കാണിക്കാനുള്ള സ്കോപ്പുള്ള ഒരു പാട്ടല്ല. അറ്റ് ദ സെയിം ടൈം നല്ല ഫീലൊക്കെ കൊടുത്ത് പാടാവുന്ന ഒരു പാട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൻ്റെ കോറൽ ബ്യൂട്ടിയൊക്കെ വളരെ ഭംഗിയായിട്ട് ഈ പാട്ടിൽ കാണിച്ചിട്ടുണ്ട്. കൊയറൊക്കെ ഒരുപാട് കൊയേഴ്സൊക്കെ പാടുന്ന സെലക്ട് ചെയ്യുന്ന ഒരു പാട്ടാണ്. കാരണം ഇതെല്ലാ പള്ളിയിലെ എല്ലാവർക്കും നിന്ന് വളരെ ഈസി ആയിട്ട് പാടാവുന്നൊരു പാട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വരികൾ എൻ്റെ ട്യൂൺസ് നാ 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 ഒറ്റ നോട്ടാണ്. നാ 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 ഒന്നങ്ങോട്ട് മാറി തിരിച്ചു നാ 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 നാ. അതായത് ഈ ട്യൂൺ നോക്കുമ്പോൾ ഏറ്റവും സിംപിളസ്റ്റ് സോങ് ആണെന്ന് തോന്നുന്നു. മേ ബി മാതാവിൻ്റെ പാട്ടുകളിൽ ഏറ്റവും ലളിതമായ അറ്റ് ദ സെയിം ടൈം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണത്. മോനത് വളരെ ഭംഗിയായിട്ട് പാടി കേട്ടോ. പിന്നെ അച്ഛൻ പറഞ്ഞ പോലെ ഈ ശബ്ദം മാറുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് മാർക്ക് അതിൻ്റെ പേരിൽ മാർക്ക് കുറയ്ക്കില്ല. പിന്നെ ഒരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് എന്താ പറയുക, നമ്മൾ ചില കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് ആയിരിക്കുള്ളൂ ഉണ്ടാവും, പേടിക്കണ്ട. അപ്പോൾ എനിക്ക് തോന്നുന്നത് മോനൊരു വിധം നന്നായിട്ട് ഇത് പാടാൻ ശ്രമിച്ചു. പിന്നെ ഒത്തിരി ഓർമ്മകൾ ഇതുപോലെ എനിക്കൊക്കെ എല്ലാവർക്കും തോന്നുന്ന ഒരു നൊസ്റ്റാൾജിക് ഫീൽ കിട്ടിയിട്ടുണ്ടാവും തോന്നി. ഈ പാട്ടൊക്കെ കേട്ട് വരുമ്പോൾ തന്നെ എല്ലാവരും ഇപ്പോൾ പെർഫോം ചെയ്യുന്നവരാണെങ്കിൽ തന്നെയും ഒത്തിരി ഇഷ്ടമാണ് ഈ പാട്ട്. മോനപ്പം മോൻ്റെ കഴിവിനനുസരിച്ച് വളരെ ഭംഗിയായിട്ട് പാടി. ഓക്കെ, ഇനി എന്തായാലും നന്നായിട്ട് പുതിയ പുതിയ പാട്ടുകളെല്ലാം പാടാൻ സാധിക്കട്ടെ, ഉയർന്നു വരട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു. താങ്ക് യു. സിസ്ലി. ഇവാൻ എന്തോ ഇവാൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ കേട്ടപ്പം ഇവാൻ പാടുമ്പോൾ ഞങ്ങൾ കൂടെ പാടുന്നുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ പ്രേക്ഷകരും കണ്ടുകൊണ്ടിരിക്കുന്നവരും മോൻ പാടുമ്പോൾ കൂടെ ഏറ്റു പാടുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു സോങ് ആണ്. അപ്പം നൈസ് സെലക്ഷൻ. എനിക്ക് തോന്നിയ മോൻ്റെ വോയിസിൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് അമ്മമാർക്കാണല്ലോ എല്ലാം അറിയാം. അപ്പം അവർ മോന് പറ്റിയൊരു സോങ് ആയിരിക്കും സെലക്ട് ചെയ്ത് തന്നെ. അപ്പം അതുകൊണ്ട് മോൻ ആപ്റ്റായിരുന്നു. പിന്നെ സ്കെയില് താത്തിയിട്ടുണ്ടല്ലേ? സ്കെയില് നല്ലോണം താത്തിയിട്ടുണ്ട്. ഒന്ന് ഇച്ചിരിയും കൂടി ഒരു
ഒരു ഇച്ചിരി ഡള്ളായി പോയോ ഇവാൻ കഴിഞ്ഞ അത് സ്കെയിലിൻ്റെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മൊത്തത്തിൽ ഇവാൻ ഇച്ചിരിയും കൂടി ഒരു ബ്രൈറ്റ് ആയിട്ട് നിൽക്കേണ്ട ഒരു ബോയ് ആണ് ഈ ഒരു ഏജിലല്ലേ. അപ്പോൾ ഇച്ചിരി ഒരു ഡൾനെസ് ഫീൽ ചെയ്തു മൊത്തത്തിൽ. ഇച്ചിരിയും കൂടി ഹാപ്പി ആയിട്ട് ജോയ്ഫുൾ ആയിട്ട് ബ്രൈറ്റ് ആയിട്ടൊക്കെ നിൽക്കണം കേട്ടോ. ആൻഡ് പാടുമ്പോഴും അതുപോലെ ഒരു കറക്ഷൻ അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും സെയിം ആണ്. അപ്പം അതൊന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ ഇവാൻ. ഇച്ചിരി വാ തുറന്ന് പാടണം. മാതാവേ മാതാവേ എന്നൊക്കെ പറയുമ്പം മോ ഓ സൗണ്ട് ഇപ്പോഴും വരുന്നുണ്ട്. അപ്പം അതൊന്ന് മാറ്റി നമുക്ക് എടുക്കണം. അത് കോൺഷ്യസ് ആയിട്ട് മോൻ എഫേർട്ട് എടുക്കണം. അപ്പം ഞാൻ അമ്മയ്ക്ക് അത് ഏൽപ്പിക്കുവാണ്. ഇവാൻ്റെ അമ്മയ്ക്ക് ഈ ഒരു കറക്ഷൻ മോനിൽ വരുത്താനായിട്ട് എല്ലാ പ്രാവശ്യവും പാടുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എവിടെയാണോ ആ അകാരം വരുന്നത് ആ വാക്കുകളൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ട് മോൻ പാടുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് അടുത്ത പ്രാവശ്യം അത് കറക്റ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ കോറസ് കിട്ടിയില്ല അല്ലേ ഇപ്രാവശ്യം? ഇല്ല, മോശമായിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കോറസ് പാടിത്തരാം. ഒരു 4 ലൈൻ ഞങ്ങൾ 3 പേരും കൂടെ ചേർന്ന് കോറസ് പാടിത്തരാം. ബ്യൂട്ടിഫുൾ. ഇത് രസം എല്ലാരും കൂടെ ചേർന്ന് പാടുമ്പോ കേൾക്കാൻ. താങ്ക് യു. അപ്പോൾ ഇവാൻ, ഇനി നമ്മൾ മാർക്കിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം 24 ആയിരുന്നു. ഓക്കെ, സിസ്ലി എത്ര മാർക്കാണ്? ഇവാൻ അടുത്ത പ്രാവശ്യം എല്ലാം ശ്രദ്ധിച്ച് നന്നായിട്ട് പാടുവോ? കറക്ഷൻസ് പറഞ്ഞൊക്കെ ശരിയാക്കുവോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 8 മാർക്സ്. താങ്ക് യു. മനോജ് ചേട്ടാ? ഇവാൻ അടുത്ത തവണ പാടുമ്പോ ധൈര്യമായിട്ട് പാടണം കേട്ടോ. 8 മാർക്സ്. താങ്ക് യു. കോളിച്ച? കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ അത്ര മാർക്ക് തന്നെ വേണ്ട, കുറച്ചും കൂടി കൂടിക്കോട്ടെ 8.5. ഞാൻ വിചാരിച്ചിരിക്കണം ആരെങ്കിലും ഒരു അരമാർക്ക് കൂടെ തന്നിരുന്നെങ്കിൽ എന്ന്. താങ്ക് യു സോ മച്ച്. അപ്പൊ അങ്ങനെ മോന് ഓരോ പ്രാവശ്യത്തെ പാട്ടില് പാടിക്കഴിഞ്ഞപ്പോൾ കുറേശ്ശെ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഇന്നത്തെ പാട്ടിന് ലഭിച്ചിരിക്കുന്നത് 24.5 മാർക്സ് ആണ് 30-ല്. സോ 90, 24 and 24.5. അപ്പൊ ഇനി വരുമ്പം ഇവിടെ 24-ലൊന്നും നിന്നാ പോല, 25-ന് മുകളിലേക്ക് എന്തായാലും നമുക്ക് വാങ്ങിക്കണം കേട്ടോ. ശരി, പോയിട്ട് വരും. ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് ഗാനമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു മാതാവിന്റെ പാട്ട് കേട്ടു, നല്ലൊരു മെലഡി കേട്ടു. അപ്പൊ നമുക്കിനി ഒരു ഫാസ്റ്റ് പാട്ട് കേൾക്കാം അല്ലേ? എന്തായാലും അടുത്തതായിട്ട് മത്സരിക്കാൻ എത്തുന്നത് അൽഫോൻസ കെ ആന്റണിയാണ്. ഹായ് അൽഫോൻസ. ഹായ്. നല്ല ഭംഗിയായിട്ടിരിക്കണു, നല്ല മേക്കപ്പ്, നല്ല ഡ്രസ്, നല്ല ഭംഗിയൊക്കെ ഒരുങ്ങി വന്ന് നിന്നിട്ടുണ്ട്. അൽഫോൻസ വരുമ്പോ തന്നെ ഒരു കോൺഫിഡൻസും ഉണ്ട്. കാരണം മോള് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇപ്പം അല്ലേ? പാട്ടിനെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുത്തു. അപ്പൊ ഇടവകയിലേക്ക് മോളുടെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയാ? എല്ലാ ദിവസവും പാടുവോ അതോ ആഴ്ചയിലാണോ? എങ്ങനെയാ? എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാറുണ്ട് പറ്റുന്ന ദിവസങ്ങൾ. പിന്നെ ഞായറാഴ്ചകളിൽ എല്ലാ ദിവസവും എല്ലാം പോവും. അപ്പൊ എപ്പോഴും പാട്ട് ഡെയിലി എന്തായാലും പാടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലേ? ഇന്നിപ്പോ പോന്നപ്പോ ഇടവകയിലുള്ളവരെല്ലാരും മോൾക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് വിട്ടിരിക്കുകയല്ലേ? അപ്പോ വലിയൊരു ഉത്തരവാദിത്വമാണ് മോളുടെ പാട്ട് കേൾക്കാൻ. ഞങ്ങൾ മാത്രമല്ല, കാരണം പോയ തവണ മോൾ ഒരുപാട് മാർക്കുമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അല്ലേ? അപ്പോ ഇന്നത്തെ മോളുടെ പാട്ടിനും എങ്ങനെയായിരിക്കും, പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്ന് ഇടവകയിലുള്ളവരും അല്ലാതെ നമ്മുടെ ഗുഡ്നസ് TV പ്രേക്ഷകരും എല്ലാവരും കാത്തിരിക്കുകയാണ്. സോ ഒരു കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ വളരെ ഈസി ആയിട്ട് എൻജോയ് ചെയ്ത് നന്നായിട്ട് പാടാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Voice of Goodness, Season 3. Voice of Goodness, Season 3.
അൽഫോൻസാ, എന്തോ ഇത് എന്ത് വിചാരിച്ചിട്ടാ? എന്ത് ഹിറ്റായിട്ടുള്ള ഒരു പാട്ടായിരുന്നു, എല്ലാവർക്കും അറിയാവുന്ന വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാട്ട്. നന്നായിട്ട് എന്താ പറയാ, ശരിക്കും എൻജോയ് ചെയ്ത് ചിരിച്ച് ഈ പ്രാവശ്യം എന്തായാലും ഇന്നെന്താ കപ്പും കൊണ്ട് പോകാനൊക്കെ ആയിട്ടുള്ള വരവാണോ? എന്താ ഉദ്ദേശം? എന്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് എത്ര നല്ല ഭംഗിയായിട്ടാണ് അത് പ്രസന്റ് ചെയ്യണത്. ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. പക്ഷെ നമുക്ക് അറിയില്ല ഇതിന്റെ പാട്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട്. നമുക്ക് നമ്മുടെ 3 ജഡ്ജസ് ഉണ്ടല്ലോ, അവരുടെ അടുത്ത് ചോദിക്കാം. ശരി മനോജേട്ടാ. അൽഫോൺസ ഞങ്ങൾ വീണ്ടും ഞെട്ടിച്ചു കളഞ്ഞു. നേരത്തെ ഒരു മാതാവിന്റെ ഗാനം, പിന്നെ ഒരു മെലഡി, ഇപ്പൊ ഇതാ വീണ്ടും ഒരു അടിപൊളി ഗാനമായിട്ട് വന്നിറക്കാണ്. ഇത് ഒത്തിരി എന്താ പറയാ, നല്ല എനർജറ്റിക് ആയിട്ട്, വളരെ എന്താ പറയാ, വളരെ സന്തോഷവതിയായിട്ട് ഉള്ളൊരു റെൻഡറിങ് ആയിരുന്നു. ഞങ്ങളൊക്കെ എന്നെ ഇരുന്ന് താളൊക്കെ പിടിച്ചത്, ഞാൻ അച്ഛനൊക്കെ താളൊക്കെ പിടിച്ച് ആ ഒരു മൂഡിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അതൊരു കഴിവാണ് കേട്ടോ. അത് കൺഗ്രാജുലേഷൻസ് മോൾക്ക്, അങ്ങനത്തെ ഒരു കഴിവുണ്ട്. പിന്നെ പാട്ടൊക്കെ, ഈ പാട്ട് നമ്മുടെ MG അണ്ണൻ പാടിയിട്ടുള്ള ഒരു പാട്ടാണ് അല്ലേ? വചനം കാസറ്റിലത്തെ അല്ലേ, ടോമിൻ തച്ചങ്കരി അവരൊക്കെ കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടുകൾ. അതിലത്തെ എല്ലാ പാട്ടുകളും ഹിറ്റാണ് അല്ല. ഓരോ പാട്ടെടുത്താലും വെറൈറ്റി ആയിട്ടുള്ള പാട്ടുകളാണ്. ദാസേട്ടൻ, ചിത്ര ചേച്ചി, MG അണ്ണൻ, ഒരുപാട് എന്താ പറയുക പ്രസിദ്ധ സിംഗേഴ്സൊക്കെ പാടിയിട്ടുള്ള ഒരു ആൽബമാണ് അത്. മലയാളികളൊന്നും ഒരിക്കലും, പ്രത്യേകിച്ച് ക്രിസ്ത്യൻസ് ഒന്നും ഒരിക്കലും മറക്കാത്ത ഒരു ആൽബമാണ്. അപ്പം അതിലത്തെ ഒരു പാട്ട് പാടി വീണ്ടും ഞങ്ങൾ ഓർമ്മകളൊക്കെ ഒന്നുകൂടെ ഉണർത്തിയതിന് ഒത്തിരി നന്ദി. മോള് വീണ്ടും നന്നായിട്ട് എല്ലാം വളരെ ഗംഭീരമായിട്ടാണ് പാടിയിട്ടുള്ളത്. മോളുടെ ആ ഒരു നാച്ചുറൽ ടാലന്റ് അതെല്ലാം നന്നായി പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ വരികളാണെങ്കിലും അതിൻ്റെ ഫ്രേസിങ് ആണെങ്കിലും അതിൻ്റെ ചില പ്ലാൻസ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ചിലതിൻ്റെ റെക്കോർഡിൽ ഇല്ലാത്ത ടൈപ്പൊക്കെ ചില പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഇംപ്രൂവൈസേഷനും. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. പാട്ടിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, ഞാനൊന്നും എഴുതിയിട്ടില്ല. ഇങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്ത് ഇങ്ങനെ ലയിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഒരു ചെറിയൊരു ഇതുള്ളത് ആ ഒരു പ്രൊനൗൺസിയേഷൻ, ദൈവദൂതുകൾ, തുടക്കത്തിലൊക്കെ ദൈവദൂതുകൾ, അവിടെ ഒന്ന് പാടാവോ ആ ഒരു പോർഷൻ? പല്ലവി ഒന്ന് പാടിക്കോളൂ. ഒരിക്കൽ യേശുനാഥൻ ഗലീലേ കടൽ തിരയ തോണിയേറി വലവീശി പോണോരെ കണ്ടേ അവരോടന്നു ചൊല്ലി സ്നേഹമോടെ ദൈവദൂതുകൾ. ഓക്കെ, ഇപ്പൊ ദൈവദൂതുകൾ ക്ലിയർ ആയി. മറ്റേത് ആദ്യം കുറച്ച് സമയങ്ങൾ ഒരു 2-3 സ്ഥലത്ത് ദൈവ എന്നുള്ളത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അത് യുവദൂതുകൾ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ പാടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ത്രോട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു തുടങ്ങിയ വഴിക്ക് അല്ലേ? എന്താ സ്റ്റാർട്ടിങ്ങിൽ എന്തോ ഒരു ഇതുണ്ട്, ചെറുതായിട്ട് ക്രാക്ക് ചെയ്ത പോലെ തോന്നി. ഓക്കെ, വിച്ച് ഇസ് ഫൈൻ. പിന്നെ അത് കഴിഞ്ഞ് യു ടുക്ക് ഇറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ അതൊന്നും ഒന്നല്ലാത്ത രീതിയിൽ, അതൊന്നൊരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിൽ തെളിയിച്ചുകൊണ്ട് വീണ്ടും അടിപൊളിയായിട്ട് പാടി. അപ്പോൾ മോളെ ദൈവാനുഗ്രഹമുണ്ട്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും നന്നായിട്ട് നല്ല നല്ല പാട്ടുകൾ പാടുക, നല്ല സിംഗറായിട്ട് വരട്ടെ. അതിനുള്ള എല്ലാ ഗുണങ്ങളും ഉണ്ട്, ദൈവാനുഗ്രഹവും ഉണ്ട്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു. അൽഫോൻസ വളരെ നന്നായിട്ട് പാടി. കൺഗ്രാജുലേഷൻസ്. അൽഫോൻസ തുടക്കം മുതൽ തന്നെ ഒരു പ്രൊഫഷണൽ സിംഗറിന്റെ ഒരു സ്റ്റൈലാണ് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാവി ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ മുന്നിൽ നിൽക്കുകയാണ്, ഒരു നല്ല ഗായികയായിട്ട് മാറാനായിട്ട്. വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള സിംഗിങ് ആയിരുന്നു. അത് ത്രൂ ഔട്ട് പാട്ടിൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നു. കൺട്രോൾ എന്ന് പറയാം, മെലഡിയുടെ മേലുള്ളൊരു കൺട്രോൾ, അത് എല്ലാ ഗായകർക്കും ഉണ്ടാവില്ല. ചിലവരൊക്കെ അങ്ങനെ പേടിച്ച് സംശയിച്ചൊക്കെ നിൽക്കുകയാണ്. പക്ഷെ അൽഫോൻസ് അങ്ങനെയല്ല, മെലഡി നല്ല കൺട്രോളോടുകൂടിയാണ് അതിനെ അവസാനം വരെ കൊണ്ടുപോയിരുന്നത്. അത് വളരെ നല്ലൊരു കാര്യമായിരുന്നു. ഇവിടെ മനോജ് സാറൊക്കെ പറഞ്ഞ പോലെ നല്ല ഇംപ്രവൈസേഷൻസ്, അതൊരു നല്ല ഒരു എക്സ്ട്രോർഡിനറി ടാലൻ്റാണ്. അങ്ങനെ ഒരു ഇംപ്രവൈസേഷൻ ഓൺ ദ സ്പോട്ടിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എല്ലാവർക്കും അത്ര എളുപ്പമല്ല.
അത് ആ ഒരു കാലിബർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. പിന്നെ നല്ല ഓർക്കസ്ട്ര ആയിരുന്നു. ഓർക്കസ്ട്രയുടെ സപ്പോർട്ട് ഇതിൽ ഈ പാട്ടിൽ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ശശിയേട്ടനൊക്കെ ഗിറ്റാറിസ്റ്റ് ഒന്നും നൊട്ടേഷൻ നോക്കണമെന്നില്ല, ബൈ ഹാർട്ട് വായിക്കാൻ ചില അത്രയും പരിചയമുള്ള ഒരു പാട്ടാണത്. അതുപോലെ ജോസഫും ഗിറ്റാറും ഫ്ലൂട്ടായിരുന്നു ഭയങ്കര കോമ്പിനേഷൻ ഇതിൽ. അപ്പോൾ അവരൊക്കെ സ്ഥിരം വായിച്ച് പരിചയമുള്ള പാട്ടും കൂടി ചെയ്തുകൊണ്ട് അവർക്ക് വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ട് എല്ലാവരും. ഞങ്ങൾ അവസാനം കൈയടിക്കുന്നതിൻ്റെ കാരണം അതൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും വളരെ മനോഹരമായി അൽഫോൻസ ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അച്ഛാ. താങ്ക് യു. സിസ്ലി, അൽഫോൻസ, എന്തോ സാധാരണ ഈ പാട്ട് അങ്ങനെ ഫീമെയിൽ വോയിസിൽ കേട്ടിട്ടില്ല, അധികം പേര് അങ്ങനെ പാടി കേട്ടില്ല. യൂഷ്വലി മെയിൽ സിംഗേഴ്സ് ആണ് ഈ പാട്ട് പാടാറ്. അപ്പോൾ ഒരു ഫീമെയിൽ സൗണ്ടിൽ എങ്ങനെ ഈ പാട്ട് ഇരിക്കും എന്ന് ഇന്ന് അറിയാൻ പറ്റി. ആൻഡ് ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. താങ്ക് യു മാം. എന്തുകൊണ്ട് അൽഫോൻസ ഈ സോങ് സെലക്ട് ചെയ്തത്? ഫീമെയിൽ സോങ്സ് വേറെ ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഈ സോങ്ങിലോട്ട് വരാൻ കാരണം? പണ്ട് ഞങ്ങളിങ്ങനെ എവിടെയൊക്കെ യാത്ര പോകുമ്പോൾ പപ്പയുടെ വണ്ടിയിൽ ഇങ്ങനെ കുറെ ഈശോപ്പാട്ടുകൾ വെക്കാറുണ്ട്. അപ്പൊ ഞാൻ കേട്ട് 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 എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു ഇത്. അപ്പൊ സ്പീഡ് റൗണ്ട് വന്നപ്പോ ഞാൻ അവരോട് പറഞ്ഞപ്പോ വെരി നൈസ്, വെരി ബ്യൂട്ടിഫുൾ. അത് മോളുടെ മനസ്സിൽ ആ പാട്ട് കിടന്ന് കുറേ നാളായിട്ട് കിടന്ന് അവസാനം ഒരു ചാൻസ് കിട്ടിയപ്പോൾ അത് ഡെലിവറി ചെയ്യാൻ ഉപയോഗിച്ചു. ദാറ്റ്സ് വെരി നൈസ്. ദാറ്റ് റിയലി തോട്ട്ഫുൾ. ആൻഡ് അത് നന്നായിട്ട് ഡെലിവറി ചെയ്യുകയും ചെയ്തു കേട്ടോ. മോൾക്ക് ഇപ്പോൾ പാട്ടിൻ്റെ കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞല്ലോ, ഞങ്ങളൊക്കെ എൻജോയ് ചെയ്തു. ഇപ്പം ഈ പാട്ടിൽ മോൾക്ക് എന്താണ് ബൈബിളിലായിട്ട് കണക്ട് ചെയ്ത് 2 ഇൻസിഡൻസിൻ്റെ അത് പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് റീകളക്ട് ചെയ്ത് പറയാമോ? മീൻ പിടിക്കാൻ പോയിട്ട് കിട്ടാഞ്ഞിട്ട് അവര് വേറെ സൈഡിലേക്ക് വല എറിയുമ്പോ മീനെ കിട്ടുന്നത്. പിന്നെ രാത്രിയില് അലകൾ അടിച്ചു കയറുമ്പോൾ ഉള്ളതാന്ന് തോന്നുന്നു. അത് തന്നെ, കറക്റ്റ്. രണ്ടും കറക്റ്റാണ്. ഒന്ന് പത്രോസ്ലീഹായുടെ ജീവിതത്തിൽ നടന്ന 2 പ്രധാനപ്പെട്ട സന്ദർഭങ്ങളാണ്. അപ്പോൾ ഒരു സൈഡിലേക്ക് വല എറിഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു മറ്റേ സൈഡിലോട്ടൊന്ന് വല എറിയാൻ പറഞ്ഞു. അപ്പോൾ ധാരാളം മീനുകൾ കിട്ടി. അങ്ങനെയാണ് പത്രോസ്ലീഹ ശിഷ്യഗണത്തിലേക്ക് ജോയിൻ ചെയ്യുന്നത്. രണ്ടാമത്തത് നമ്മുടെ ഭയങ്കര കാറ്റും ഗോളും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈശോ ഇങ്ങനെ കടലിൻ്റെ മീതെ നടന്ന് വന്ന് പത്രോസിനോട് വിളിച്ചു, നടന്നു വരാൻ പറഞ്ഞു. അപ്പോൾ വിശ്വാസം കുറച്ച് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്ന് ഡിപ്പായി. പിന്നെ പത്രോസ് ഈശോനെ നോക്കി നടന്നപ്പോൾ ഈശോ കയ്യിലേക്ക് പിടിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഈ 2 ഇൻസിഡൻസ്. ഇതെന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ പാട്ടിൻ്റെ അകത്ത് അവർ ബ്ലെൻഡ് ചെയ്ത് ഈ പാട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. നമുക്ക് ഒരു ഇൻസിഡൻ്റ് ഒക്കെയാണ് സാധാരണ നമ്മളങ്ങനെ, പക്ഷേ ആ വരികളും ഈ പഴയ പാട്ടുകളുടെ ഒരു പ്രത്യേകതയാണത്. സോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്, ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തു. ഫാസ്റ്റ് റൗണ്ടിലെ ആപ്റ്റ് സോങ് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു. സന്തോഷായി അല്ലേ? ഇത് ഇത്രയ്ക്കും ഇവര് ഇഷ്ടപ്പെടുമെന്നോ ഇങ്ങനെയായിരിക്കും ഇവര് പറയുന്നതെന്നൊക്കെ മോള് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഓക്കെ, നന്നായിട്ട് പാടി എന്നൊക്കെ ഉണ്ടാവുള്ളൂ എന്നാ വിചാരിച്ചത്. പക്ഷെ ഇത്ര അധികം ഞങ്ങളെയൊക്കെ തൃപ്തിപ്പെടുത്താൻ പറ്റുമെന്ന് വിചാരിച്ചില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം 28.5 മാർക്കായിരുന്നു അല്ലേ? ഇന്നിനി എത്രയും കൊണ്ടാ പോണേ അറിയില്ല, നമുക്ക് നോക്കാം. സിസ്ലി, ഓരോ പ്രാവശ്യം ബെറ്റർ ആയിട്ട് പാടുമ്പോൾ നിങ്ങൾ ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്നും പറഞ്ഞു കുറച്ച് മാർക്ക് കൂടെ തരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 28.5 ആയിരുന്നു. ഇതിൽ കൂടുതൽ എങ്ങനെയാ മോളെ കൂട്ടുക? അത്രയാണ് ഹയസ്റ്റ് മാർക്ക് ഞങ്ങൾക്ക് ഇപ്പൊ തരാൻ അനുവാദമുള്ളൂ. അതുകൊണ്ട് 9.5. മനോജ് ചേട്ടാ, സത്യത്തിൽ നമുക്കൊരു 10 മാർക്ക് കൊടുക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ 10 മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയോ? നമുക്ക് ഇമ്പ്രൂവ്മെന്റിനുള്ള ഒരു സ്കോപ്പ് ഇല്ല അധികം അല്ലേ? ഇതിലും നന്നായിട്ട് പാടാൻ പറ്റിയാലോ അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് 10 തരാത്തത്. അപ്പൊ അതുകൊണ്ട് 9.5. അച്ഛാ, അൽഫോൻസയ്ക്ക് 9.5. താങ്ക് യു അച്ഛാ. അപ്പം മോള് ഇത് 28.5 മാർക്കാണ് ഈ പ്രാവശ്യം. എങ്കിൽ പോലും 30 മാർക്ക് തന്നെ കിട്ടിയ ഒരു ഫീലിൽ തന്നെ നിൽക്കണം. അതുപോലെ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് നിറയ്ക്കാൻ പറ്റിയ മോൾക്ക്. പക്ഷേ തീർച്ചയായിട്ടും ഇത് ഓവർ കോൺഫിഡൻസിലേക്ക് പോവരുത്. മോള് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തതിന്റെ റിസൾട്ടാണ് ഈ 2ാമത്തെയും 3ാമത്തെയും പാട്ടിലൂടെ എല്ലാവരിലേക്കും എത്തിയത്. അപ്പോൾ ഇതേപോലെ തന്നെ മനസ്സ് റിലാക്സ് ചെയ്ത് കൂളായിട്ട് കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോവുക. വീണ്ടും നമ്മൾ 2ാമത്തെ റൗണ്ടിൽ കാണും. ഓക്കെ? യെസ്, പോയിട്ട് വരും. അങ്ങനെ വളരെ
നല്ല ഒരു എൻഡിങ്ങോട് കൂടിയാണ് വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യണത്. കാരണം ഇന്നത്തെ എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടത് തന്നെയായിരുന്നു. പക്ഷേ എപ്പിസോഡ് എൻഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഫാസ്റ്റ് ഒരു പാട്ടിൽ എൻഡ് ചെയ്യുമ്പോൾ അതിന് വേറൊരു പഞ്ചല്ലേ. എന്തായാലും നിങ്ങൾ കാത്തിരിക്കും, നമുക്ക് അടുത്ത ആഴ്ച നമ്മൾ ഇതേ ദിവസം ഇതേ സമയം കാണും കേട്ടോ. ബൈ. മക്കളോടലിവുള്ളോരമ്മ മാതാവേ പരിശുദ്ധമായോരാ മേലങ്കിയാലേ. ഈ അച്ഛൻ സേവ്യർ കുന്നുമ്പ്ര അച്ഛൻ MCPS അച്ഛനല്ലേ? അതെ അതെ. അച്ഛനെ എനിക്ക് വളരെ പരിചയമുള്ള ഒരു അച്ഛനാണ്, വളരെ പ്രിയപ്പെട്ട ഒരു അച്ഛനാണ്. അപ്പം അച്ഛൻ്റെ ബ്യൂട്ടിഫുൾ ഒരു കോമ്പസിഷൻ ആൻഡ് മോൻ നന്നായിട്ട് പാടി കേട്ടോ. ഈ പച്ചവെള്ളം വാഴ്ത്തിടുമോ മേൽത്തരം വീഞ്ഞാക്കുമോ നീ വരും വഴിയിലെ മാമരത്തിൽ കാണാൻ കൊതിച്ചു ഞാൻ കാത്തിരിക്കാം. അതില്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് പാടി വെക്കേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ തിന്മ കാണാതെ കാക്കണമേ. അവിടെ നിർത്തരുത്, തിന്മ കാണാതെ കാക്കണമേ. അപ്പൊ ഇതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ദൈവപുത്രനു ജന്മം നൽകി ജനിമരണങ്ങളിൽ ജയിച്ചു തളരും ജീവന സ്നേഹം പകർന്നു രാഗമഹാകാവ്യം രചിച്ചു. സെറീലിയ നന്നായി പാടി, ആലാപമൊക്കെ നല്ല ഇമ്പ്രസീവ് ആയിരുന്നു. അത് കഴിഞ്ഞ് നല്ല ഇവരൊക്കെ പറഞ്ഞ പോലെ നല്ല വോയിസ് ഉണ്ട് സെറീലിയക്ക്, നല്ല ശബ്ദമാണ്. സെറീലിയക്ക് അല്പം ടെൻഷനുള്ള പോലെ എനിക്ക് പാട്ട് കേട്ടപ്പോൾ തോന്നി.